എന്താണേ വൃത്തിയിൽ ചാക്ക് മുറിക്ക്, എന്നാലേ പിന്നെ എപ്പോൾ നമുക്ക് കവർ ചെയ്ത് വെക്കാൻ കഴിയും. ദീപാവലി സ്പെഷ്യൽ. ദീപാവലിക്ക് ഗസ്റ്റ് വരുന്നതുകൊണ്ട് പുതിയ കിടക്ക വാങ്ങിയതാ. എന്തൊക്കെ കാണണം. ഇപ്പോൾ ഓൺലൈനിൽ പെട്ടെന്ന് കിടക്കുകയില്ലേ, വലിയ പൈസയും ഇല്ല, എന്നാൽ നല്ല കിടക്കുകയാണ്. നമ്മൾ നാട്ടിലും എല്ലാം വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നാമോ പുറത്തിടണ്ട ഇട്, അങ്ങനെയാലും പിന്നെ തുറക്കേണ്ടി വരും. അത് ഇടാ, നീ പുറത്തെടുത്തോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ലൈറ്റ് വെയിറ്റ് വന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും എല്ലാം നല്ലതാണ്. ആ, അപ്പോൾ വേണ്ടുന്നവർക്ക് വിളിക്കാം. ഓൺലൈൻ കിടക്കാം. ഇപ്പം എന്തെല്ലാന്നല്ല, എല്ലാം ഓൺലൈനിലല്ലേ. ഇപ്പോൾ ഓൺലൈനായിട്ട് കിടക്കി കടകളിൽ പോകണ്ട. നല്ല കിടക്കാൻ നല്ല സുഖം കേട്ടോ. നാട്ടിൽ നമ്മൾ 3 എണ്ണം വാങ്ങി, സെയിം കമ്പനീൻ്റെ തന്നെയാണ് കേട്ടോ. കാണാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ കിടന്നിട്ട് നോക്കിയതുകൊണ്ട് അതിലും വലിയ കുഴപ്പമില്ല. ഇത് കത്തിയെടുത്തു മോനെ, അത് കിച്ചണിൽ നിന്ന് കത്തിയെടുത്തിട്ടോ. ബൈക്കിൽ പണിയാന്ന് കുട്ടാ. അപ്പോൾ ഇതേപോലെ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. 3 ആൾക്ക് സ്വത്ത് കിടക്കായി കിടക്കൽ നിർത്തിയിട്ടാണ് കാണാം. സൂപ്പറാണ്. ഇവിടെ മാത്രം കട്ട് ചെയ്താൽ മതി. കത്തി കൊണ്ട് അതിന് എളുപ്പത്തിലാവുക. തുണി കീറല്ലേ അമ്മ. ഓക്കെ, പിടിക്ക്. കിടക്കയിലിട്ടോ, ആടിയിട്ടോ. ഇവിടെ വിൽക്കൂ. മുട്ടുന്നുണ്ട. ഇതാണ് സുഹൃത്തുക്കളെ കിടക്ക. ജസ്റ്റ് വെറുതെ ഇട്ടതാണ് വയ്യ വൃത്തിയിൽ. ഇതാണ് വലിപ്പോട്ടാ, 3 ആൾക്ക്. ഇവിടെ കണ്ടപ്പോൾ ഇത് അവിടുത്തെ ഇതാണ് കിടക്ക, ഓൺലൈൻ കിടക്ക. നല്ലതല്ലേ ഇപ്പം. ഇതും ഒരു നൊസ്റ്റാൾജിയാണ് അറിയണ. എന്താണെന്നറിയാം, പണ്ട് നമ്മളെ വീട്ടിൽ ഉന്നത്തിൻ്റെ മരം ഉണ്ടായിരുന്നു, ഉന്നമരം. അത് ഈ ഉന്ന ഉണങ്ങുന്നതും ഉന്നക്കായി പൊട്ടി താഴെ പോകുന്നതിൻ്റെ അതിൻ്റെ കറുത്ത കുരു എല്ലാം വേറപ്പോൾ ഉന്ന ഇങ്ങനെ പറന്നു പോകും. അങ്ങനെ അന്നേരം എന്ത് ചെയ്യുന്നറിയാം, പഴയ കിടക്ക എൻ്റെ ഉള്ളിൽ നിന്നെല്ലാം മാറ്റി ടൈലറെടുത്ത് നിന്ന് നല്ല കട്ടിയിലെ തുണി വാങ്ങും ആദ്യം, കിടക്ക ഉറക്കട്ടെ. എന്നിട്ട് ടൈലറെടുത്ത് നിന്ന് അടിച്ചുകൊണ്ടുവരും. എന്നിട്ട് മന്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, വേറൊരു കൊള്ളി എന്തെല്ലോ ഉണ്ട്, അതിൻ്റെ പേരെല്ലാം എന്തെല്ലോ ആണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു റൂം അടച്ചിട്ട് മൂക്ക് കെട്ടിയിട്ട്, എന്താ വെച്ചാൽ ഇത് മൊത്തം വീട്ടിൻ്റെ ഉള്ളിൽ മൊത്തം പരക്കുന്നതായിട്ട് ഈ ഉന്നക്കുരുവും ഉന്നവും വേറെയാക്കും ആദ്യം. എന്നിട്ട് ഈ അടിച്ചുകൊണ്ട് തന്നെ ഇതുണ്ടാവില്ലേ, കിടക്കാൻ ഇങ്ങനെ ലൈനായിട്ട് അടിച്ചുകൊണ്ടിട്ടുണ്ടാവും ഓരോ ബോക്സായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് തലാണിയെല്ലാം. പണ്ടെല്ലാം അങ്ങനെ വീടുകളിൽ നിന്ന് നമ്മൾ ഈ ഹോം മെയ്ഡ് എന്ന് പറയുന്ന പോലെ വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാവരും അവരവർക്ക് ഉപയോഗിക്കേണ്ട കിടക്ക ഉണ്ടാക്കുക. പിന്നെ വളം വലിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഉന്നത്തിൻ്റെ മരം മുറിച്ച് കളഞ്ഞു. പിന്നെ ഉന്നക്കായ് പറിക്കാൻ ആളെല്ലാം വന്ന് പറിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ അതെല്ലാം പറിക്കുന്ന ആളും കിടക്ക നിറക്കുന്നതും എല്ലാം ഒരു നൊസ്റ്റുമായിട്ട് മാറി. ആൾക്കാർ എല്ലാവരും വാങ്ങാൻ തുടങ്ങി. പിന്നെയാണ് ഫൈബർ ഫോം അത് ഇത്. പക്ഷെ എങ്കിൽ അതിനൊന്നും ലൈഫില്ല ഇത്ര തോന്നുന്നു. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കിടക്ക കല്ലുപോലെയായാലും നമ്മൾ 2 ദിവസം വെയിലത്തിട്ട് കഴിഞ്ഞാൽ ആ വെയിലത്തിട്ടിട്ട് കിടക്കാനൊരു സുഖമുണ്ട്. അതിനൊരു എല്ലാവർക്കും അറിയാം. കിടക്ക വെയിലത്തിട്ടെന്ന് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. കിടക്കാൻ നല്ല പൊന്തി വന്ന് നല്ല കല്ലുപോലെയിൽ കിടക്കയെല്ലാം അങ്ങനെയാവും. അങ്ങനെ ഒരു കാലം ആ കിടക്കയും മൂട്ടയും, ചില വീട്ടിൽ മൂട്ടയുണ്ടാകും, നമ്മുടെ വീട്ടിലെല്ലാം മൂട്ടയുണ്ടായിന്. മൂട്ടേൻ്റെ എല്ലാം നൊസ്റ്റ് ഭയങ്കര നൊസ്റ്റുമാണ്. ഇപ്പം ഇതാ ഓർഡർ ചെയ്തു, 2 ദിവസം കൊണ്ട് കിടക്ക വന്നു. നല്ല സുഖം കിടക്കാൻ, എന്താ സുഖം എന്നറിയാം.
പണ്ട് ഗൾഫുകാരെല്ലാം ഗൾഫിൽ നിന്ന് കിടക്കൊണ്ടിരുന്ന നേരം ഏതെങ്കിലും ഗൾഫുകാരനെ കല്യാണം കഴിച്ച് നമ്മൾ പെണ്ണിനെ കൊണ്ടാക്കാൻ പോയില്ല, ആ വീട്ടിൽ പോയി നമ്മളാദ്യം ഞാനും ലേക്കെല്ലാം ഓർമ്മയുണ്ടാകുമ്പോൾ ഞാനും ലേക്കെല്ലാം കിടക്ക നോക്കാൻ പോകും. തിരുന്നിട്ട് ഇങ്ങനെ തുള്ളുന്നത് നല്ല നമ്മളൊരിക്കും ഒരിക്കലും കിടക്കാൻ എന്തൊരു സുഖമായിരിക്കും. നല്ല കിടക്ക വെറിയാവും നമുക്ക്. അതുപോലെ ഉണ്ട് ഇത് എന്നാണ് പറയുന്നത്. കണ്ട ഇങ്ങനെ തുള്ളുന്ന കിടക്കുക നല്ല നല്ല എന്നാന്ന് പറയണ്ടേ, നല്ലതാണ്. ഓൺലൈനിലെല്ലായിരിക്കും വേണ്ടിക്ക് ചെറിയ പൈസയുള്ളൂ തോന്നുന്നു. കൃത്യമായിട്ട് അറിയെങ്കിൽ ഞാൻ കമൻറ്റിൽ പറയാം. ഞാൻ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാം എത്ര പൈസ എന്നുള്ളത്. വലിയ പൈസയും ഇല്ല, എന്നാൽ കിടക്കാനും നല്ല സുഖമാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓൺലൈനിലായിരിക്കെങ്കിലും വാങ്ങണ്ടിക്കലേ ഇപ്പോൾ മറ്റേ ഇപ്പോഴത്തെ മോഡൽ കിടക്കൊക്കെ എത്ര 20,000 30,000 40,000 അല്ലേ. നമ്മൾ പിന്നെ സ്വന്തം നാട്ടിൽ നമ്മൾ സ്വന്തമായി വീടെടുത്ത് അങ്ങനത്തെ ആൾക്കാരെല്ലാം വലിയ നല്ല ഹൈഫൈ ആയില്ല റൂമും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉള്ളവർക്ക് അതിൻ്റെ കൂടിയില്ല നല്ല വിലയിൽ കിടക്കുകയായിരിക്കും. ആ റൂമിനും വീടിനും എല്ലാം സ്യൂട്ടാകുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇതായിരിക്കും നല്ലത്. നമുക്ക് ദീപാവലിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഗസ്റ്റ് വരുന്നതുകൊണ്ട് ഒരു പുതിയ കിടക്ക വാങ്ങിയതാണ്. ഓക്കെ.